ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇച്ചിരി തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും പിന്നീട് ഗരം മസാല കേട്ടോ ചേർക്കുന്നത്. അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ബീഫ് ഇവിടെ മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്നിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് നല്ല നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക, വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു കറുത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കണ്ട നല്ല കറുത്ത മസാലയൊക്കെ അതിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണുള്ളത്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തുകൊണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.